ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി പപ്പായ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത പപ്പായ ചെറുതായി മുറിച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാളികേരപ്പാലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്യൂസിന് നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. പശുവിൻ പാലോ അല്ലെങ്കിൽ പച്ചവെള്ളമോ നമ്മൾ ഇതിനകത്തേക്ക് തീരെ ചേർക്കുന്നില്ല. അപ്പോൾ ഈ നാളികേരപ്പാലിൽ അടിക്കുന്നതാണ് ഈ ഒരു ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഈ നല്ലൊരു പഴുത്ത പപ്പായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പപ്പായ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ തരും അതിന്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി പപ്പായക്ക് നല്ല മധുരം ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാളികേരപ്പാലിൽ നിന്നും കുറച്ച് ഒഴിച്ചിട്ട് ആദ്യം നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല കട്ടിയുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് നല്ല ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാളികേരപ്പാൽ തന്നെയാണ്. നമ്മൾ ഇതിനകത്തേക്ക് പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. നമുക്ക് എത്ര ഈ ജ്യൂസ് ലൂസൺ ചെയ്യണോ അത് നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ച് തന്നെ ലൂസൺ ചെയ്യാം. പച്ചവെള്ളം തീരെ ഉപയോഗിക്കേണ്ട കേട്ടോ, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 2 ഗ്ലാസ് നാളികേരപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ എത്ര വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മധുരമൊക്കെ കറക്റ്റാണോ നോക്കുക. അതിനുശേഷം നമുക്കിനി ഇതൊരു സർവിങ് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ജ്യൂസ് ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് കട്ടിയിൽ ഞാൻ ഈ ഒരു ജ്യൂസ് എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഈ ഒരു ജ്യൂസ് ഈ ഒരു രീതിയിൽ കുടിക്കാനായിട്ടാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ചിട്ട് ഈ ജ്യൂസ് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നാളികേരപ്പാൽ അടിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റുള്ളൊരു ജ്യൂസാണിത്. അതുപോലെ തന്നെ ഏലക്കായൻ്റെയും ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നൊരു ജ്യൂസാണിത്. അപ്പോൾ ഇതുപോലെ നാളികേരപ്പാലിൽ ഈ ഒരു പപ്പായ ജ്യൂസ് അടിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ് കേട്ടോ അത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കുടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കുടിക്കണം എന്ന് തോന്നുന്ന ഒരു ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.